നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയും ദൈവഹിതത്തിന് അനുസരിച്ചുള്ളതാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്ത് ഉള്ളതാണെങ്കിൽ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കും, അതിന് മറുപടി തരും. സ്തോത്രം. ഇന്ന് പല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു വിടുതൽ കാണുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടുന്നില്ല എങ്കിൽ, സ്തോത്രം, നമ്മൾ നോക്കണം അത് ദൈവഹിതം ആണോ, ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിനോട് ചേർത്ത് വെച്ചാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവഹിതം ഒരു വിഷയത്തിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവത്തിനോട്, നമ്മൾ കർത്താവിനോട് സംസാരിക്കണം, നമ്മളുടെ കാര്യങ്ങൾ പറയണം, നമ്മൾ കേൾക്കാൻ നിൽക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നിൽക്കണം. എന്നാലല്ലേ നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. നമ്മളോട് കർത്താവ് എന്താ ഇടപെടാനിരിക്കുന്നത്, ദൈവഹിതം നമ്മൾക്ക് അതിനകത്ത് അറിയണം. ദൈവവചനത്തിനകത്ത് അതുണ്ടോ, ഞാൻ ആ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവവചനത്തിനകത്ത് എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ ദൈവഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും ഒരു പണം വായ്പ എടുക്കാൻ, ലോൺ എടുക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, വായ്പ എടുക്കുന്നവരാകല്ല, അല്ലേ, നമ്മൾ വായ്പ എടുക്കുന്നവരല്ല. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നു, നമ്മൾ വായ്പ എടുക്കുന്നവരല്ല, പക്ഷേ നമ്മൾ വായ്പ കൊടുക്കുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഫിലിപ്പിയരുടെ ലേഖനത്തിനകത്ത് പറയുന്നു, ദൈവമോ നമ്മുടെ സകല ആവശ്യങ്ങളും അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ചെയ്തു തരുന്നു. അപ്പം കർത്താവിനോട് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിനെ നമ്മളുടെ സകല ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാൻ ശക്തിയുണ്ട്, മതിയായവന്. അപ്പം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്കൊരു ലോൺ എടുക്കണം, കർത്താവേ എനിക്ക് ലോൺ പാസ്സാണ്, അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് നിയോഗമില്ല. എന്നുവെച്ചാൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, എതിരാണ്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമതൊരു കാര്യം, ഒരു കുടുംബം ഒരുമിച്ച് യേശുവിനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിനകത്ത് വ്യക്തമായി കിടപ്പുണ്ട്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ദൈവത്തിൻ്റെ തിരുഹിതം ഒരു വിഷയത്തിനകത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആ ഹിതം തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. തിരുവചനം പറയുന്നു, 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 14-15, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 14 and 15. 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആൻഡ് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ ഹിയേഴ്സ് അസ് വെനെവർ വി ആസ്ക് ഫോർ എനിത്തിങ് ദാറ്റ് പ്ലീസസ് ഹിം. അതിന്റെ 14 വായിക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. ആമേൻ. അപ്പം കണ്ടോ, ദൈവവചനം പറയുന്നു, ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ളത് നമ്മൾ ചോദിച്ചാൽ അതിൽ നമുക്ക് ഉറപ്പുണ്ട് ദൈവം അത് കേൾക്കുന്നു. ആ ദൈവഹിതപ്രകാരം ഉള്ളത് ചോദിച്ചത് ദൈവം നമുക്ക്, അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, ദൈവം കേട്ടത് നമുക്ക് നൽകുന്നു. സ്തോത്രം. അപ്പം 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊരു ഉറപ്പുണ്ട് അവൻ നമ്മളെ കേൾക്കുന്നു. എപ്പോഴാണ് കേൾക്കുന്നത്? ഹല്ലേലൂയ, അവന് ഹിതപ്രകാരമുള്ളത് നമ്മൾ ചോദിക്കുന്നെങ്കിൽ അവനത് കേൾക്കുന്നു. സ്തോത്രം. അപ്പം ഹിതപ്രകാരം, വീണ്ടും നമ്മൾ ചിന്തിക്കുക, ഹിതപ്രകാരമുള്ളത് എങ്ങനെയാണ്? അപ്പം ദൈവവചനത്തിനകത്തുള്ളത്, ദൈവരാജ്യത്തിന് നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല, സ്വാർത്ഥത മനോഭാവത്തോടെ എനിക്ക് മാത്രം നന്മ ചെയ്യുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, പക്ഷേ അനേകർക്ക് അതിൽ നിന്ന് നന്മയുണ്ടാകുന്നത്, ഈ ഒരു നന്മ എനിക്ക് ലഭിച്ചതുകൊണ്ട് വേറെ ആർക്കെങ്കിലും അതിൽ നിന്നൊരു നന്മയുണ്ടാകുമോ? വേറെ ആരെങ്കിലും അത് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ദൈവരാജ്യം വലുതാകാനായിട്ട് സാധിക്കുമോ ഇതുകൊണ്ട്? അപ്പം പലവരും കാണുമല്ലേ, കടമെടുത്തവരോ അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതത്തിനകത്ത് വിഷയമോ മക്കളുടെ വിഷയമോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം പലപ്പോഴും അത് നമ്മൾ നോക്കുമ്പം ഈയോ ദൈവഹിത പ്രകാരം പോലും അല്ല പല കാര്യങ്ങളും ആ ജീവിതത്തിനകത്ത് നടക്കുന്നത്. പക്ഷേ അതിനകത്ത് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടുന്നത് ദൈവഹിതമാണ്. അപ്പം കടഭാരത്തിനകത്ത് പെട്ടുകിടക്കുന്നവർക്ക് ദൈവത്തിനോട് അപേക്ഷിക്കാം ആ കടഭാരം മാറ്റിത്തരാൻ. എന്താ ആ കടഭാരം അത്ഭുതകരമായി മാറിക്കിട്ടും. അപ്പം ആ കടഭാരം വീട്ടുന്ന അടുത്ത കടം എടുത്തിട്ടല്ല, പക്ഷെ കടഭാരം വീട്ടുന്നത് ദൈവത്തിൻ്റെ അത്ഭുത കരം വെളിപ്പെടുമ്പോൾ, കടഭാരം മാറുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നാമം വലുതാകും. എന്ന് പറഞ്ഞ് നമ്മൾ പോയി കടമെടുത്തിട്ട് പിന്നെ പ്രാർത്ഥിച്ച് കടഭാരം മാറിപ്പോയിട്ട് പിന്നെ അത് ദൈവത്തിൻ്റെ മഹത്വം നോ. പലവരും യേശുവിലാകുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ് കടഭാരത്തിനകത്ത് പെട്ടുപോയവരുണ്ട്. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞല്ല, യേശുവിനെ അറിയുന്നതിന് മുമ്പ് കടഭാരത്തിൽ പെട്ടുപോയവരുണ്ട്. അത് കഴിഞ്ഞ് അവർ യേശുവിനെ അറിയുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇത് മാറിപ്പോകണം. ദൈവഹിതം അത് മാറിപ്പോയാൽ അനേകര് യേശുവിനെ അറിയുവാൻ ഇടയാകും. അനേകർ ആ സാക്ഷ്യത്തിലൂടെ അവർ പണിയപ്പെടും. കണ്ടോ? അപ്പം കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞ വ്യക്തിയായിട്ട് തന്നെ ജീവിക്കണം. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എന്തും ദൈവവചനം പറയുന്നത് ദൈവഹിത പ്രകാരം ഉള്ള കാര്യങ്ങളാണെങ്കിൽ, ഒന്ന്, ദൈവം അത് കേൾക്കും. ഹല്ലേലൂയ. രണ്ട്, നമ്മൾ തിരിച്ചറിയണം. 15-ാം വാക്യം പറയുന്നു, വി ഓൾസോ നോ ദാറ്റ് ഹി വിൽ ഗിവ് അസ് വാട്ട് വി ആസ്ക് ഫോർ. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഒന്ന്, ദൈവഹിത പ്രകാരം നാം പ്രാർത്ഥിക്കണം. രണ്ട്, നമ്മൾ തിരിച്ചറിയണം ദൈവഹിത പ്രകാരമുള്ളതാ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അത് കേട്ടു, അതിനുറപ്പായിട്ടും മറുപടി തന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ ചോദിക്കുന്നത് ദൈവഹിത പ്രകാരമെങ്കിൽ കർത്താവ് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തന്നു, അത് കേട്ടു എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കാതെ ഇട്ടേച്ചു പോകുന്നവനല്ല ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. വഴിയരികത്തിരുന്ന് കണ്ണു കാണാത്ത ഒരു ബർത്തമിയോസ് ഇരുന്ന് നിലവിളിച്ചപ്പോൾ അവൻ അവിടെ കണ്ണുപൊട്ടനല്ലേ, എന്നാണെങ്കിലും എന്നെ കാണത്തില്ല, അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ വഴി വന്നതാ, അവൻ്റെ അമ്മ വഴി വന്നതാ, അവൻ്റെ കൊള്ളാത്ത സ്വഭാവം വഴി വന്നതാ, ഇവനെ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയില്ല എൻ്റെ കർത്താവ്. എത്ര കൊള്ളാത്തവനായിട്ടും എത്ര പാപത്തിൽ കിടന്നവനായിട്ടും ഹല്ലേലൂയ യേശു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യേശു അവിടെ ഒരു നിമിഷം നിന്നിട്ട് അവനോട് ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അവനെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. എത്ര കൊള്ളാത്ത വ്യക്തിയാണെങ്കിലും, എത്ര പാപം ചെയ്തവനാണെങ്കിലും അവൻ്റെ പാപത്തെയോ അവൻ്റെ കൊള്ളാത്ത അവസ്ഥയോ നോക്കിയിട്ടല്ല ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. മുഖപക്ഷമില്ലാതെ കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് പലവരോടും പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ പാപത്തിൻ്റെ വഴിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കാൻ ദൈവവചനം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നു. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 13, യു ക്യാൻ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ് സോ ദാറ്റ് ദ സൺ ക്യാൻ ബ്രിങ് ഗ്ലോറി ടു ദ ഫാദർ എന്ന് വായിക്കാം. 13, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആമേൻ. സ്തോത്രം. ദൈവ മഹത്വത്തിന് വേണ്ടി, ഇന്നൊന്ന് പറയണം, ദൈവ മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും, ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടി എന്ത് ചോദിച്ചാലും കർത്താവ് അത് നടത്തിത്തരും. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചോദിച്ചാലും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിനകത്ത് പറഞ്ഞതുപോലെ ദൈവഹിതത്തിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചോദിക്കണം. ഇത് കർത്താവിൻ്റെ ഹിതത്തിനോട് ചേർത്ത് വെച്ചിട്ട് കർത്താവിനോട് നമ്മൾ എന്തപേക്ഷിച്ചാലും കർത്താവ് അത് നമുക്ക് നടത്തിത്തരും. എങ്ങനെ? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ. ഹല്ലേലൂയ. എന്തും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കർത്താവ് അത് നടത്തിത്തരും.
യേശു അവിടെ ഉറപ്പ് പറയുക, 14-ാം വാക്യത്തിനകത്ത് പറയുക, യെസ്, ആസ്ക് മീ ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ആ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഒക്കെയും, സകലതും. ഹല്ലേലൂയ. അപ്പോൾ ആർക്കാ ഇത് ചെയ്തു കൊടുക്കുന്നത്? ഒന്ന്, ദൈവഹിതം അനുസരിച്ച് ചോദിക്കുന്നവർക്ക്. സ്തോത്രം. 2, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന്. 3, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക്. ഹല്ലേലൂയ. 4, എങ്ങനെ ഇരിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. 15-ാം അധ്യായം 7-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം. ബട്ട് ഇഫ് യു റിമെയിൻ ഇൻ മീ and my words remain in you, you may ask for anything you want and it will be granted. വായിക്കാം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ എങ്ങനെയാ അറിയുന്നത് ദൈവഹിത പ്രകാരമാണോ ഞാൻ ദൈവത്തിനോട് ചോദിക്കുന്നത്? നമ്മൾക്ക് ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഉള്ളിൽ നമ്മൾ നിറയുമ്പോൾ, നമ്മളുടെ അകത്ത് നിറയുമ്പോൾ, നമ്മൾ ആരുടെ അടുത്ത് ചെന്ന് ചോദിക്കേണ്ട ഇത് ദൈവഹിത പ്രകാരമാണോ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ 4 ദിവസം ഉപവാസം എടുത്തിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ, ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ ഞാൻ ഈ ചോദിക്കുന്നത്? അല്ല, കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോമായിട്ട് ഒരു കൂട്ടായ്മ ആചരിച്ചാൽ. എങ്ങനെയാണ് കൂട്ടായ്മ ആചരിക്കുന്നത്? കർത്താവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. നമ്മൾ ലോക ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കൂട്ടായ്മ വേണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ വിളിക്കണം, കാണണം, നമ്മുടെ കൂടെ ഇരിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മളൊന്നും ഭാരപ്പെടേണ്ട, അല്ലേ? വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മളെന്നും സംസാരിച്ചു, അവരെ എന്നും കാണുന്നു, അവരോട് നമ്മൾ ഒരു നേരം ഒന്ന് ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ചായ കുടിച്ചു, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തു, കൂട്ടായ്മ ആചരിക്കുക. ഉള്ളൊന്ന് തുറന്നു, ഒന്ന് അന്നന്നത്തെ ദിവസത്തെ കാര്യം ഒന്ന് പറഞ്ഞു, അല്ലേ, എന്തുണ്ടെന്നൊക്കെ ചോദിച്ചു, കൂട്ടായ്മ ആചരിക്കുക. നിനക്ക് സുഖമാണോ, സന്തോഷമാണോ, എന്താ മുഖത്തൊരു സന്തോഷമില്ലാതെ? കൂട്ടായ്മ ആചരിക്കുക. സ്തോത്രം. ഒരു നല്ല വാക്ക് പറഞ്ഞു, സ്നേഹിച്ചു, പങ്കുവച്ചു, കൂട്ടായ്മ ആചരിക്കുക. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. അപ്പോൾ അവനിൽ വസിക്കണം. ഹല്ലേലൂയ. അവനിൽ വസിക്കുമ്പോൾ കൂട്ടായ്മ ആചരണം സംഭവിക്കും. കർത്താവിൽ വസിക്കണം. ഹല്ലേലൂയ. എഴുന്നേൽക്കുന്നത് യേശുവിനോടൊപ്പം, ഇരിക്കുന്നത് യേശുവിനോടൊപ്പം, കിടക്കുന്നത് യേശുവിനോടൊപ്പം, നടക്കുന്നത് യേശുവിനോടൊപ്പം. സങ്കീർത്തനം 1 പറയുന്നു, ആ വാക്യം ഒന്ന് നോക്കാം. സാം 1. ഹല്ലേലൂയ. സങ്കീർത്തനം 1 സ്തോത്രം. അതിൻ്റെ വചനവാക്യം 1-ാം അധ്യായം 1, സങ്കീർത്തനം 1:1. ഓ ദ ജോയ്സ് ഓഫ് ദോസ് who do not follow the advice of the wicked or stand around with sinners or join in with മോക്കേഴ്സ്. അന്ന് വായിച്ചേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. അത് 2-ാം വാക്യം. അപ്പോൾ 1-ാം വാക്യത്തിനകത്ത് പറയുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, കൂട്ടുചേരുന്നു. കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അത് ദുഷ്ടന്മാരോട് കൂടെയാണ്. പക്ഷേ ദൈവത്തിനോടൊപ്പം. അപ്പം ദുഷ്ടന്മാരോട് കൂടെ നടന്നില്ലെങ്കിൽ പിന്നെ ആരോട് നടക്കണ്ടേ? ദൈവത്തോടാണ് നടക്കണ്ടേ. ദൈവത്തിനോടൊപ്പം ഇരിക്കുകയും നടക്കുകയും കേൾക്കുകയും. ഹല്ലേലൂയ. എൻ്റെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് ദാവീദ് പറയുന്നു, ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം അവൻ അറിയുന്നു. ഞാൻ എൻ്റെ കിടപ്പയിൽ പോയി കിടക്കുമ്പോഴും, ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴും, ഞാൻ നടക്കുമ്പോഴും എല്ലാം ദൈവം എന്നെ നന്നായി അറിയുന്നു. സ്തോത്രം. അപ്പം ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും കേൾക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം യേശുവിനോടൊപ്പം. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഇരിക്കുകയും
നടക്കുകയും കിടക്കുകയും കൊടുക്കുകയും സംസാരിക്കുകയും നോക്കുകയും യേശുവിനോടൊപ്പം എല്ലാം ചെയ്ത് തിരുവചനം എന്നിട്ട് അതിനോടൊപ്പം പറയുന്നു എൻ്റെ വചനവും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ. അപ്പോൾ യേശുവിനോട് ഫെലോഷിപ്പ്, യേശുവിനോട് കൂട്ടായ്മയും ദൈവവചന ധ്യാനവും ദൈവവചന പഠനവും എത്രത്തോളം ദൈവവചനം എന്നിൽ ഇരിക്കുന്നോ, എത്രത്തോളം ഞാൻ യേശുവിനോട് കൂട്ടായ്മ ആചരിക്കുന്നോ അത്രത്തോളം എനിക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് ഞാൻ എന്ത് കർത്താവിനോട് അപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ വചനം യേശുവിൻ്റെ വാമൊഴിയാൽ പറയുന്നു ഇറ്റ് വിൽ ബി ഗ്രാൻറ്റഡ്, അത് നിനക്ക് കിട്ടിയിരിക്കും. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചു, കർത്താവുമായിട്ട് ഇരുന്നു, കിടന്നു, നടന്നു, അപേക്ഷിച്ചു, കൂടെ ഇരുന്നു, വചനം ധ്യാനിച്ചു. ദൈവത്തിൻ്റെ വചനം എന്നെ തൊട്ടാൽ ദൈവവചനം പുറത്തു വരും എന്നുള്ള വിധത്തിലാണോ? എന്നിട്ടും ഒന്നും നടന്നില്ലയോ? ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ ആ ഞെരുക്കത്തിനകത്ത്, വിഷയത്തിനകത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു പോക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു സ്വസ്ഥത തന്നിട്ടുണ്ട്. ആ വിഷയത്തിനകത്തുനിന്ന് ചിലപ്പോൾ ആ കടഭാരം മാറിയിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആ പ്രതിസന്ധി മാറിയിട്ടുണ്ടാവത്തില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് നൂലെ കെട്ടി ഓരോന്നിറക്കുന്നത് കാണാൻ സാധിക്കും. തിരിച്ചറിയണം, നിങ്ങൾ ദൈവഹിതത്തിനകത്ത് നിൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടാണ് നിൽക്കുന്നത്. ആ വിഷയം മാറിപ്പോയി കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓരോ ദിവസവും അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഉറപ്പ് വരുത്തണം, ഞാൻ ദൈവഹിതത്തിനകത്താണ് നിൽക്കുന്നത്. ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും കാണത്തില്ല നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് ദൈവം നിങ്ങളെ കരുതാത്ത ഒരു വ്യക്തി. ഉറപ്പായിട്ടും അതെ. അപ്പം നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മ കണ്ടിന്യൂ ചെയ്താൽ മതി. ദൈവവചനം ധ്യാനിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച്, സ്തോത്രം, ഹല്ലേലൂയ. വേറൊരു വാക്കാണ്, കർത്താവിൻ്റെ വേറൊരു വാക്കാണ് അന്യഭാഷയും സ്തോത്രവും സ്തുതിയും ഒക്കെ. ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ വചനം കൊണ്ടും സ്തുതിയും കൊണ്ടും സ്തോത്രം കൊണ്ടും എത്രത്തോളം നമ്മളെ നിറയ്ക്കുന്നോ, എത്രത്തോളം ദൈവഹിതത്തിൻ്റെ അനുസരിച്ച് നമ്മൾ നീങ്ങുന്നോ അത്രത്തോളം കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കും. നമ്മളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഏതെങ്കിലും ഒരു പ്രാർത്ഥന വൈകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സങ്കടപ്പെടല്ലേ, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ലേ. അതിനകത്തെ ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ട് ദൈവഹിത പ്രകാരം അങ്ങ് പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവഹിത പ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം കർത്താവിനോട് പറയണം, കർത്താവെ അങ്ങയുടെ വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏത് കുന്നും നിരപ്പാക്കും, ഏത് വഴികളും നേരെയാക്കും, ഏത് താഴ്വരകളും നികത്തും. കർത്താവെ അങ്ങയുടെ വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വളഞ്ഞ വിധത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ ഇന്നങ്ങ് നൂർത്ത്, ഹല്ലേലൂയ, എൻ്റെ ഈ അവസ്ഥകളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടെന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണണം. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളിങ്ങനെ യേശുവുമായിട്ട് കൂട്ടായ്മയിലിരുന്ന് എന്ത് വേണമെങ്കിലും എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ചോദിച്ചോ, അത് ഉറപ്പായിട്ടും എൻ്റെ പിതാവ് തന്നിരിക്കും. സ്തോത്രം. ഇന്നൊരു സ്വഭാവം മാറണോ? ഹല്ലേലൂയ. ആ സ്വഭാവം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ആ സ്വഭാവത്തിനെ വെറുക്കണം. യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് വചനം നമ്മളോട് പറയുന്നു, 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് വചനം നമ്മളോട് പറയുന്നു, നമ്മൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം, നമ്മുടെ ഇല്ലായ്മകളെ ഏറ്റുപറയണം, നമ്മുടെ കുറവുകളെ ഏറ്റുപറയണം, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ് അതിനെ നമ്മൾ വെറുക്കണം. ആ സ്വഭാവത്തിനെ നമ്മൾ വെറുക്കണം. ആ സ്വഭാവത്തിനെ നമ്മൾ ഇഷ്ടപ്പെടല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യം, നമ്മൾ കിടക്കുന്ന ഒരു സാഹചര്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കുടുംബത്തിനകത്ത് എല്ലാവരും കുടുംബജീവിതത്തിനകത്തുനിന്ന് വരുന്നവരാ. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ ചിലപ്പം ഭർത്താവ് ഒരുപാട് ശകാരിക്കുന്ന, വഴക്ക് പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനകത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതെൻ്റെ തലേവിധിയ എന്ന് പറഞ്ഞല്ല നിൽക്കേണ്ടത്. ദൈവവചനം പറയുന്നത്, ഒരു ഭർത്താവ് ഭാര്യയെ ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത് അതേപോലെ സ്നേഹമുള്ളവൻ
ഉള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് അവൻ്റെ എല്ലാം സാക്രിഫൈസ് ചെയ്യണം. യേശു എങ്ങനെയാണോ തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സകലതും സാക്രിഫൈസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പം ചില ഭർത്താക്കന്മാർ പൊക്കിക്കൊണ്ട് വരും. അവർ പറയും, എടി നീ ഞാൻ പറയുന്നത് പോലൊന്നും അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറയുന്ന വിധത്തിൽ വേണം. നോ, പല കുടുംബങ്ങളിലും അങ്ങനെയാ. പ്രാർത്ഥന എൻ്റെ ശൈലിയിലല്ല, നിൻ്റെ ശൈലിയിലല്ല. പക്ഷേ സത്യദൈവത്തിനെ അറിയുന്ന ഒരു സ്ത്രീ പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ കോംപ്രമൈസ് ചെയ്യാനല്ല, പക്ഷേ ദൈവവചനം എടുക്കണം. ദൈവവചനം എടുത്തിട്ട് പറയണം, കർത്താവേ അങ്ങയുടെ വചനം പറയുന്നുണ്ടല്ലോ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ടത് ക്രിസ്തു മണവാട്ടി സഭയെ സ്നേഹിച്ചതുപോലെ ആയിരിക്കണമെന്ന്. ഇന്ന് ഈ വചനം സത്യമായതുകൊണ്ട് എനിക്കും ഇത് അവകാശപ്പെട്ടതാ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. വചനം പറയുന്ന ഒരു ഭർത്താവ് തൻ്റെ അപ്പനെയും അമ്മയും വിട്ടേച്ച് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേർന്ന് അവർ പിന്നെ ഒരു ശരീരം, ഒരു വ്യക്തി ആയിത്തീരുന്നു. ദൈവഹിതം അങ്ങനെയാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. നമ്മളുടെ അവസ്ഥകൾക്കകത്ത് അയ്യോ ഇതെൻ്റെ ജീവിതമാ, ഇതിങ്ങനെ ആകത്തുള്ളൂ, ഇതിനി മാറത്തില്ല എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുവല്ല, ദൈവവചനം എടുത്തു വെച്ച് ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മൾ ആ സാഹചര്യത്തിനെ വെറുക്കുന്നുവെങ്കിൽ, ആ പാപത്തിനെയോ അല്ലെങ്കിൽ ദൈവഹിതത്തിനെതിരായി നിൽക്കുന്ന ആ അവസ്ഥയോ, ചിലപ്പം കണ്ടമാനം ശകാരിക്കുന്ന ഒരു ഭർത്താവ്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുമല്ല. ആ സാഹചര്യത്തിനെ വെറുക്കണം. വ്യക്തിയെ അനുഗ്രഹിക്കണം, വ്യക്തിയെ സ്നേഹിക്കണം. വ്യക്തിയുടെ പിമ്പിൽ നിൽക്കുന്ന ദുർശക്തിയെ നമ്മൾ വെറുക്കണം. ഹല്ലേലൂയ. ആ ദുർശക്തിയെ നമ്മൾ എതിർക്കണം. സ്തോത്രം. ദൈവവചനമായ ആയുധം എടുത്ത് അതിൻ്റെ എതിർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് നമ്മളിൽ പ്രസാദിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് നൽകും. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയണം, യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദൈവഹിതപ്രകാരം ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങാം, ഇരിക്കാം, എൻ്റെ ജോലി ചെയ്യാം, നടക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കണം. വേറൊരാൾ പ്രാർത്ഥിക്കുന്ന അതൊരു സഹായമാണ്. പക്ഷേ ഞാൻ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. എനിക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ടാകണം. എനിക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. സ്തോത്രം. അതാ 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അവിടെ തിരുവചനം ഇങ്ങനെയാ പറഞ്ഞത്. ഹല്ലേലൂയ. ആൻഡ് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഹി ഹിയേഴ്സ് us whenever we ask for anything that pleases him. നമ്മൾ അവനോട് അവൻ്റെ ഹിതപ്രകാരമുള്ളത് എന്ത് ചോദിച്ചാലും എന്തപേക്ഷിച്ചാലും അവനത് നൽകിയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് സഹായിക്കട്ടെ. തിരിച്ചറിയണം, നമ്മളുടെ മക്കൾ നേരായ വഴിയിൽ നടക്കുന്നത്, നമ്മളുടെ മക്കൾ നമുക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഭാര്യ ഭർത്താവ് സന്തോഷമായ കുടുംബജീവിതം, നമ്മളുടെ കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത്, നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനകത്തേക്ക് വരുന്നത്, ഇതെല്ലാം ദൈവഹിതമാണ്. സ്തോത്രം. ദൈവഹിതപ്രകാരം നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കർത്താവിൻ്റെ മറുപടി ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കാണും, കേൾക്കും. മടുത്തു പോകല്ല്, ക്ഷീണിച്ചു പോകല്ല്. പിടിച്ചു നിന്ന് യുദ്ധം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾക്ക് അർഹതപ്പെട്ട നന്മകൾ എടുക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, എത്രയധികം നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അത്രയധികം നമുക്ക് ശക്തി ഉണ്ടാകും. പിശാചിൻ്റെ തന്ത്രങ്ങൾ മൊനയൊടിഞ്ഞ് തോറ്റുപോകും. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ച് മുന്നേറി ദൈവവചനത്തിൽ നിന്ന് അവനവനെ നിറച്ച്, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്തതിനെ എല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് വലിയ ജയം നേടുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ ഉറപ്പോടെ പറയാം, കർത്താവിനെ അറിയുന്നതിന് മുമ്പ്
പലതിനകത്തും പെട്ടുപോയത്. കർത്താവിനെ അറിഞ്ഞപ്പോൾ, ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ജയം തരും. ആരെയും ഉപേക്ഷിച്ച് കളയത്തില്ല എൻ്റെ ദൈവം, ആരെയും തള്ളിക്കളയത്തില്ല. ദൈവം ഉറപ്പായിട്ടും യേശു മുഖാന്തരം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.